ഡൽഹി എന്നാൽ മലയാളികളിൽ ചിലർക്കെങ്കിലും ഗൃഹാതുരമായ ഒരു അനുഭവവും ഇപ്പോഴും ദുരൂഹവും വിചിത്രവും വിവരിക്കാൻ പ്രയാസവുമായ ഒരു പ്രദേശ പ്രഹേളികയുമാണ്. ഒരിക്കൽ പോലും ഡൽഹിയിൽ പോയിട്ടില്ലാത്ത വായനക്കാരായ മലയാളികളെ സംബന്ധിച്ചാണെങ്കിൽ എം മുകുന്ദനും ആനന്ദും ഒ വി വിജയനും കാക്കനാടനും എം പി നാരായണപിള്ളയും എൻ എസ് മാധവനും സക്കറിയയും അടക്കമുള്ള എഴുത്തുകാരും കാർട്ടൂണിസ്റ്റുകളും ചിത്രകാരന്മാരും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്ന അക്ഷരങ്ങളിലൂടെയും വരകളിലൂടെയും തൊട്ടനുഭവിപ്പിച്ചു തന്ന ഒരു ഡൽഹിയുണ്ട്. സ്വാതന്ത്ര്യലബ്ധി മുതൽ ഇങ്ങോട്ട് അടിയന്തരാവസ്ഥയുടെ നാളുകളിലും അതല്ലാതെ മാറി മാറി വന്നവർ ഭരിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ നാളുകളിലുമെല്ലാം മാറി മാറി വന്ന അധികാരികൾ വന്ന വർഷങ്ങളിലും വിലക്കയറ്റമായും നിരോധനങ്ങളായും ജനതയായ നമ്മുടെ ചങ്കുകളിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവുകളുടെ ഭാരങ്ങളിലൂടെയും ഒക്കെ നാം ഡൽഹിയെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. 60കളിലും 70കളിലും 80കളിലും ഇവിടെ നിന്ന് ജീവിതോപാധി എന്ന സ്വപ്നവുമായി ഡൽഹിയിലേക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഇന്ദ്രപ്രസ്ഥം എന്ന ദുരോമനപ്പേരുള്ള തലസ്ഥാന നഗരത്തിൻ്റെ ചൂടിലേക്കും ശ്വാസം മുട്ടിക്കുന്ന തിരക്കിലേക്കും ഈയാമ്പാറ്റുകളെപ്പോലെ വീണിറങ്ങി അപ്രത്യക്ഷരായ മലയാളികളുടെ കഥകൾ ആരാലും പറയപ്പെടാതെയും കിടക്കുന്നു. എന്താണ് ഡൽഹി? ന്യൂഡൽഹി എന്നും ഡൽഹി എന്നും ദില്ലി എന്നും പേരുകളുടെ സ്ഥലജല വിഭ്രാന്തിയിൽ എവിടെ കാലുറപ്പിക്കണമെന്നറിയാത്ത ആ മഹാനഗരം ഇതാ ഒരു പുസ്തകത്തിൻ്റെ താളുകളിലേക്ക് ഡൽഹി പ്രമേയമായ അക്ഷരങ്ങളായും ചിത്രങ്ങളായും കാർട്ടൂണുകളായും ഓർമ്മക്കുറിപ്പുകളായും കഥകളും കവിതകളുമൊക്കെയായും സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ദില്ലി നാമ എന്ന സവിശേഷ ഗ്രന്ഥത്തിലൂടെ. പ്രശസ്ത പത്രപ്രവർത്തകനും ഫോട്ടോഗ്രാഫറും വിഷ്വലൈസറുമായ ഷാനവാസ് എം എഡിറ്റ് ചെയ്തിരിക്കുന്ന ഈ പുസ്തകം ഒരു പുസ്തകം മാത്രമല്ല, ഡൽഹിയെ കയ്യിലെടുത്തതുപോലെയുള്ള ഒരു ഇൻസ്റ്റലേഷൻ തൊട്ടറിവ് അതിൻ്റെ ചൂട് നമ്മൾക്ക് നൽകുന്നു. ചൂട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഊഷ്മാവ് എന്ന അർത്ഥത്തിൽ കൂടി നമ്മളതിനെ എടുക്കേണ്ടതുണ്ട്. ദില്ലി നാമയും ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർ ഷാനവാസ് എം എയുമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഷാനവാസ് എം എ, സ്വാഗതം. ഡൽഹിയെക്കുറിച്ചുള്ള ഓർമ്മകളും അനുഭവക്കുറിപ്പുകളുമായിട്ട് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിലെ താളുകളിലുള്ളത് എൻ എസ് മാധവൻ, അതേപോലെ തന്നെ ആനന്ദ്, സക്കറിയ, CPI നേതാവ് ആനി രാജ, സച്ചിദാനന്ദൻ, ഓംചേരി എൻ പിള്ള, എം പി നാരായണപിള്ള, ഒ വി വിജയൻ, അതേപോലെ തന്നെ സേതു, എം മുകുന്ദൻ, സി രാധാകൃഷ്ണൻ, ഒ വി ഉഷ, PDT ആചാരി, ഇങ്ങനെ ഉള്ള വലിയൊരു മഹാരഥന്മാരുടെ നിരയാണ്. ഇത്രയധികം പേർ ഒറ്റ പുസ്തകത്തിൽ അണിനിരക്കുന്നുണ്ടെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ പുസ്തകം എനിക്ക് വേണം, ഞങ്ങൾക്ക് വേണം എന്ന് പറയാവുന്ന ഒരു താല്പര്യം ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ അനവധിയായിട്ടുള്ള പല പല താല്പര്യങ്ങൾ, അതിനെല്ലാം തൃപ്തിപ്പെടുത്തുന്ന ഇനിയും വേണം ഡൽഹി ഞങ്ങളിലേക്ക് എന്നൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ തന്നെ ഉണ്ട്. ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ സാധ്യതയെക്കുറിച്ചും അത് ഉണ്ടാവേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചുമൊക്കെ ഷാനവാസ് ആലോചിക്കുന്നത്? വാസ്തവത്തില് ഡൽഹി എന്നുള്ളൊരു പുസ്തകം, ഡൽഹി ഒരു പുസ്തകമായിട്ട് മലയാളികളിലേക്ക് എത്തണമെന്നുള്ളത്, വായനക്കാരിലേക്ക് എത്തണമെന്നുള്ളത് ഏതാണ്ട് ഒരു 10 വർഷം മുമ്പൊക്കെ തന്നെ ഞാൻ ഇത്തരം ഒരു പുസ്തകത്തിനെ കുറിച്ച് പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു പ്രസിദ്ധീകരണശാലയിൽ ജോലി ചെയ്തിരുന്നൊരു, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നൊരു സമയത്ത് ഈ ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ഒരു പരസ്യം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ പുസ്തകം എന്നുള്ള നിലക്ക് പലപ്പോഴും ഒരു എഡിറ്റഡ് വർക്ക് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മലയാളത്തില് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മാഗസിൻ ജേർണലിസത്തിന്റെ ഒക്കെ ഒരു എക്സ്ക്രീനും ഒരു എഡിറ്റഡ് വർക്ക് നമുക്കിടയിൽ പലപ്പോഴും ഇറങ്ങി കണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ പറയാനുള്ള ഒരു കാരണം, പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന ചില ലേഖനങ്ങളൊക്കെ എടുത്ത് കുത്തിക്കെട്ടി ഒരു പ്രമേയത്തിൽ വരുന്നൊരു ലേഖനങ്ങളെല്ലാം കൂടെ സംഘടിപ്പിച്ച് ഒരു പുസ്തകമാക്കുന്ന ഒരു പ്രവണതയാണ് പൊതുവെ ഒരു എഡിറ്റഡ് വർക്ക് എന്നുള്ള നിലയിൽ. ഒരു എഡിറ്റർ ആ പുസ്തകത്തിന് ഉണ്ടോ? എഡിറ്റർ ആ പുസ്തകത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, എന്താണ് എഡിറ്ററിന് അതിൻ്റെ അകത്തുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾക്ക് പലപ്പോഴും നമ്മൾക്ക് അത്തരം പുസ്തകങ്ങളിൽ ഒരു മറുപടി കണ്ടെത്താൻ കഴിയാറില്ല. പലപ്പോഴും നമ്മുടെ എഴുത്തുകാർക്ക്, ഇപ്പോഴും വളരെ സീനിയർ ആയിട്ടുള്ള എഴുത്തുകാർക്ക് തങ്ങളുടെ കൃതികളൊന്ന് എഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള ബോധം പോലും ഇല്ല എന്നുള്ള ചിന്തനീയമായ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഒരു തുന്നിക്കെട്ട് പുസ്തകം ആകരുത്, പലപ്പോഴും ഇറങ്ങുന്നത് പോലെയുള്ള ഒരു തുന്നിക്കെട്ട് പുസ്തകം ആകരുത് എൻ്റെതെന്ന് എനിക്ക് ആദ്യം തന്നെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു.
ഞാൻ ഇതിനു മുൻപും ആത്മഹത്യ, ഉന്മാദം, അടിയന്തരാവസ്ഥ ഇങ്ങനെ ചില പ്രമേയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചില പുസ്തകങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അതിനെയും ഞാൻ ഏതാണ്ട് ഇത്തരത്തിലുള്ള ഒരു ഗൗരവതരമായ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഞാൻ സമീപിച്ചിട്ടുള്ളത്. അപ്പൊ ഡൽഹിയെ സംബന്ധിച്ച്, ഡൽഹി ബനേഷ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയാളി മറ്റൊരു ജീവിതം ഉണ്ടാക്കിയ ഒരു നഗരമാണ് ഡൽഹി. എന്തുകൊണ്ട് മലയാളികൾ ആരും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ഇതിനേക്കാൾ കൂടുതൽ സാധ്യതകളുള്ള ബോംബെയിലേക്ക് മലയാളികൾ വണ്ടി കയറിയില്ല? ബോംബെയിൽ മറ്റൊരു കേരളം അവർ സൃഷ്ടിച്ചില്ല. ബോംബെ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയൊക്കെ ആയിട്ട് വളർന്നെങ്കിലും അത് മലയാളികളെ മനസ്സോട് ചേർത്ത് പിടിക്കാൻ പര്യാപ്തമായ രീതിയിൽ മലയാളികളെ വാരിപ്പുണരുന്ന ഒരു നഗരമായിരുന്നില്ല. അവിടെ മനുഷ്യൻ പെടാപ്പാട് പെടുകയായിരുന്നു ജീവിക്കാൻ. ഡൽഹി പക്ഷെ അങ്ങനെയല്ല. ഡൽഹി അതിന്റെ എല്ലാ പരാധീനതകളോടും എല്ലാ കഷ്ടപ്പാടുകളോടും എല്ലാ ബുദ്ധിമുട്ടുകളോടും അതോടൊപ്പം തന്നെ അതിന്റെ എല്ലാ നന്മകളും ഗുണങ്ങളോടുമൊപ്പം ഡൽഹി മനുഷ്യനെ, അവിടേക്ക് ചെന്നവരെയൊക്കെ ചേർത്ത് പിടിച്ചു. അവർ ആ ഗലികളിലും നഗരങ്ങളിലും ഒരുപാട് ഹോളുകളിലും ചേരികളിലും ഒക്കെ ആയിട്ട് അവരെവിടേക്കോ മറഞ്ഞുപോയി, എവിടേക്കോ ജീവിച്ചു. കുറെ പേർ തൊഴിൽ, വളരെ ബേസിക് ആയിട്ടുള്ള തൊഴിലുകൾ ചെയ്ത് മുമ്പോട്ട് പോയി. അപ്പോൾ ഇത്തരം ഒരു പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു സമഗ്രത അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് ഇതിൻ്റെ അകത്ത് ചേർത്ത് വെക്കാവുന്ന വിഷയങ്ങളെക്കാൾ, ഒഴിവാക്കേണ്ട വിഷയങ്ങളെക്കാൾ വളരെ പ്രാധാന്യത്തോടു കൂടി വരേണ്ടതായിട്ടുള്ള, നമ്മൾ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലുള്ള മിക്കവാറും ലേഖനങ്ങൾ, ഈ ഓർമ്മക്കുറിപ്പുകളും കഥകളും കവിതകളും മറ്റുമൊക്കെ മാത്രമേ മുൻപ് വന്ന് പ്രസിദ്ധീകരിച്ചതായിട്ടുള്ള കൃതികൾ ഇതിൻ്റെ അകത്തുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമ്മൾ പല എഴുത്തുകാരോടും പറഞ്ഞ്, എനിക്ക് ഈ പുസ്തകത്തിലേക്ക് ഇങ്ങനൊരു ലേഖനമാണ് ആവശ്യം, ഇന്ന വിഷയത്തിലുള്ള ഒരു ലേഖനമാണ് ആവശ്യം, തിയേറ്ററിനെ കുറിച്ചാണെങ്കിലും ഡൽഹിയുടെ കലാരംഗത്തിനെ കുറിച്ചാണെങ്കിലും ഡൽഹിയിലുള്ള ഒരു ശില്പിയുടെ അതിജീവനം, വിംസന്റെ ജീവിതം, ഇങ്ങനെ പലതും, ആനിരാജ, ഇങ്ങനെയുള്ള പല സംഗതികളും നമ്മൾ അവരെ കണ്ട് സംസാരിച്ചും മറ്റും അവരെ കൊണ്ട് എഴുതിച്ചും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിന്റെയും വീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു പുസ്തകമാണ് ദില്ലിനാമ. ദില്ലിനാമ ഒരിക്കലും ഡൽഹിയുടെ ഒരു പൂർണ്ണമായ ഒരു പുസ്തകമല്ല. ഡൽഹിയുടെ അധികാരത്തിന്റെ പൂർണ്ണമായ ഒരു ചരിത്രം ദില്ലിനാമയിലില്ല. ജീവിതത്തിന്റെ പൂർണ്ണമായ ചരിത്രം, അത് ഒരിക്കലും അത്തരത്തിലൊരു പുസ്തകം തയ്യാറാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട്. കാരണം നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾക്കും കൈപ്പിടികൾക്കും ഓർമ്മയുടെ ആ ശിരോരേഖകൾക്കുമൊക്കെ അപ്പുറത്തുള്ള ഒരു ഭൂപ്രദേശമാണ് ഡൽഹി എന്നുള്ളത്. ഇത് ഒരു ബിനാലയിൽ വെക്കുന്ന ഒരു ഇൻസ്റ്റലേഷനായിട്ട് ഈ പുസ്തകം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ചിത്രകലയുടെ ഒരു പുസ്തകമായിട്ട് പ്രവർത്തിക്കുന്നു, ശില്പങ്ങളുടെ ഒരു പുസ്തകമായിട്ട് പ്രവർത്തിക്കുന്നു, രേഖാചിത്രങ്ങളുടെ ഒരു പുസ്തകമായിട്ട് ഈ പുസ്തകം പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ സ്വാഭാവികമായിട്ട് പുസ്തകങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ കടമ അക്ഷരങ്ങളിലൂടെ നിറവേറ്റുന്നു. ആ അക്ഷരങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമായിട്ടും ഇത് നിലകൊള്ളുന്നു. ഇവിടെ ആനിരാജയെക്കുറിച്ച് ഷാനവാസ് എം എ സൂചിപ്പിച്ചു. ആനിരാജയുടെ ലേഖനം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആനന്ദിൻ്റെയും ഒ വി വിജയൻ്റെയും ഒക്കെ ഡൽഹിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുടെയും ഓർമ്മക്കുറിപ്പുകളുടെയും തുടർച്ച എന്നുള്ള നിലയിൽ. അപ്പോൾ ആനിരാജ അവരുടെ യൗവന കാലഘട്ടത്തിൽ ഡൽഹിയിലാണ് ഒരു പ്രധാനപ്പെട്ട ഘട്ടം കഴിയുന്നത്. ട്യൂഷൻ എടുത്തുകൊണ്ട് അവർ അവിടെ ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തുന്നു. അതിനിടയിൽ ആകാശവാണിയിൽ വാർത്ത വായിച്ചുകൊണ്ട് 250 രൂപ പ്രതിഫലത്തിന് വാർത്ത വായിച്ചുകൊണ്ട് അവരവരുടെ, അപ്പോൾ ഒരു ദേശീയ തലത്തിലെ ഒരു പെൺ ജീവിതം ഡൽഹിയുടെ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ, ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തി എന്ന് പറയുന്ന അത്തരം താളുകൾ ഇതിലുണ്ട്. പക്ഷേ ആ താളുകളേക്കാൾ ഉപരിയായിട്ട് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് 1984 ഒക്ടോബർ 31 മുതലുള്ള ദിവസങ്ങൾ ഓർത്തുകൊണ്ട് NS മാധവൻ എഴുതിയിരിക്കുന്ന ഓർമ്മക്കുറിപ്പുകളിലൂടെയാണ് ഈ ദില്ലിനാമ എന്ന പുസ്തകം ആരംഭിക്കുന്നത്. അങ്ങനെ ആ ഒരു ലേഖനത്തിൽ നിന്ന് ഇത് ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്ത എങ്ങനെയാണ് വരുന്നത്? ചരിത്രപ്രധാനമായിട്ടുള്ള പല സംഭവങ്ങളും ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട്, ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയുടെ വിഭജനം, തുടർന്ന് നടന്ന റയറ്റ്സ്, ഈ അടുത്ത കാലങ്ങളിൽ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം റയറ്റ് എന്ന് പറയാൻ പറ്റില്ല, മുസ്ലിം വിരുദ്ധ റയറ്റ്, അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ ഇടക്കാലത്ത് വരുന്നു. പക്ഷെ ഇതിനേക്കാളൊക്കെ ഒരുപക്ഷെ മലയാളി, നമ്മൾ സമകാലികനായ, ഒരുപക്ഷെ എന്നെ കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ദേശീയമായിട്ടുള്ള ഒരു ഭയങ്കര
എന്താണ് പറയുക, ഒരു 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 ഭയത്തിന്റെ ചൂള സൃഷ്ടിക്കപ്പെട്ടത് ഇന്ദിരാഗാന്ധിയുടെ മരണമായിരുന്നു, അല്ലെങ്കിൽ കൊലപാതകമായിരുന്നു. ഞാനന്ന് ചെറിയ കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പെട്ടെന്ന് ഒരു നട്ടുച്ചയ്ക്ക് സൂര്യന് അസ്തമിച്ചു പോകുന്ന ഒരു അവസ്ഥ പോലെയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണം ഞങ്ങൾക്കിടയിലേക്കൊക്കെ വന്ന് കേൾക്കുന്നത്. പല പല വാർത്തകൾ വരുന്നു, പല ഊഹാപോഹങ്ങൾ, കുട്ടികളാകുമ്പോൾ പറയുന്ന പല കാര്യങ്ങളും. അതിനെ തുടർന്ന് ഒരുപക്ഷെ ടെലിവിഷൻ തന്നെ മറ്റൊരു രൂപത്തിലൊക്കെ ഞങ്ങൾ അടുത്തിരുന്ന് കാണുന്നത് ഒരുപക്ഷെ ആ കാലഘട്ടത്തിലായിരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ചടങ്ങുകളും സംഗതികളും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതേപോലെ എന്നെ ഏറ്റവും ആദ്യം സ്വാധീനിച്ച എന്നുള്ള വാക്ക് ഒരുപക്ഷെ ഇവിടെ അത്ര യോജ്യമായിരിക്കില്ല, ഒരുപക്ഷെ എന്നെ പിടിച്ചുലച്ച ഒരു സംഭവം മറ്റൊന്നുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ NS മാധവന്റെ ഈ കുറിപ്പ് വായിക്കാനിടയായ ഒരു കാലത്ത് ഞാൻ സത്യത്തിൽ അദ്ദേഹം പറയുന്ന ഓരോ മൊമെന്റും അതൊരു എന്താ പറയാ, ആ ഒരു ട്രോമയിൽ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ, തൊട്ടപ്പുറത്ത് ലോകത്തെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. ഒരു ദേശീയ നേതാവ് ഭീകരമായ രീതിയിൽ വധിക്കപ്പെട്ടു. ഒരു രാജ്യത്ത് കലാപം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. സ്റ്റേറ്റിൽ തന്നെ പലപ്പോഴായിട്ട് ഒരു വംശത്തിനെ, ഒരു വർഗത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കലാപം ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തില് വളരെ ദേശബോധമുള്ള ഒരു എഴുത്തുകാരൻ എന്നതിനേക്കാളുപരി ഒരു സിറ്റിസൺ, അങ്ങനെ ആ ഒരു മനുഷ്യനെ അനുഭവിക്കുന്ന ഒരു ട്രോമ മാധവന്റെ എഴുത്തിൽ മുഴുവൻ ഒരു ഭയത്തിന്റെ ലാഞ്ചനയോടുകൂടി നിൽപ്പുണ്ട്. അപ്പോൾ അത്തരമൊരു ലേഖനത്തോടു കൂടി തുടങ്ങുമ്പോൾ അത് വായനക്കാരിലേക്ക് പെട്ടെന്ന് പ്ലേസ് ചെയ്യപ്പെടാൻ പറ്റുമെന്നുള്ള സമകാലികമായ ഒരു സംഭവമൊക്കെ ആകുമ്പോൾ അത് കൂടുതൽ പ്ലേസ് ചെയ്യപ്പെടാൻ പറ്റുമെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അത്തരമൊരു ലേഖനം മുൻപിൽ വെക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു. ഡൽഹിയുടെ ചരിത്രത്തെ ഒരു വലിയ അറ്റവും പുറവുമില്ലാത്ത ഒരു ട്രെയിനായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഈ ഇന്ദിരാഗാന്ധിയുടെ മരണവും കൊലപാതകവും അതിന് തൊട്ട് പുറകെ സ്വിച്ചിട്ടതുപോലെ ആരംഭിക്കുന്ന സിഖുകാർക്കെതിരായിട്ടുള്ള കലാപവും വരുന്നുണ്ട്. ഇവിടെ NS മാധവൻ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിലുള്ള ഈ ലേഖനത്തിൽ അത് ഡൽഹി എന്താണ് എന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ എഴുത്ത് സംഭവിക്കുന്നത്. ഇതിൽ NS മാധവൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം ദില്ലി ആരുടെയും അല്ല എന്ന് പറയുന്നുണ്ട്. അത് ഈ 1-ാമത്തെ അധ്യായത്തിൽ ഈ പുസ്തകത്തിൽ ഉടനീളം ദില്ലി എന്ന് പറയുന്നത് നമ്മൾക്ക്, മലയാളികൾക്ക്, തമിഴന്മാർക്ക് ആർക്കും ചെന്ന് പ്രവേശിക്കാവുന്ന, ചെന്ന് കയറുന്നവരുടെ കൂടി നഗരമായിട്ട് മാറുന്ന ഒന്ന്. അത് എങ്ങനെയാണ് ഷാനവാസിൻ്റെ ഉള്ളിൽ ആ വാക്യം എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? അത് ഒരുപക്ഷെ 100% ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. കാരണം ഇതിനകത്ത് മറ്റൊരു ഭാഗത്ത് ഓംചേരിയുടെ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, ചിലപ്പോ നമ്മൾ എത്രമാത്രം ദില്ലിയെ സ്നേഹിച്ചാലും ദില്ലി നമ്മളെ കൈകൊണ്ട് പുണരില്ല. എത്രമാത്രം നമ്മൾ ദില്ലിയോട് അടുത്ത് നിന്നാലും ദില്ലി നമുക്ക് മെരുങ്ങിത്തിക്കിട്ടില്ല. പക്ഷേ ചില സമയങ്ങളിൽ ദില്ലി നമ്മളെ ചേർത്ത് പിടിക്കും. ആ ചേർത്ത് പിടിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് ആ ഒരു തിരിച്ചറിവാണ് ദില്ലിയെ ഇത്രയും കാലം ദില്ലിയായി നിർത്തിയത് എന്നുള്ളതാണ് ആ ലേഖനത്തിൽ പരാമർശിക്കുന്ന ഒരു ഭാഗം. ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മളുടെ ഒരു ഇന്റലിജൻഷ്യ, കേരളത്തിന്റെ ഒരു സമാന്തരമായിട്ടുള്ള ഒരു ബൗദ്ധിക ഗ്രൂപ്പ് ഇവിടെ നിന്നും പുറപ്പെടുകയും ഡൽഹിയിലെത്തുകയും ഡൽഹിയിൽ മറ്റൊരു കേരളത്തിനെ സൃഷ്ടിക്കുകയും ദില്ലിയിൽ സമാന്തരമായിട്ടുള്ള ഒരു ബൗദ്ധിക ലോകം വളരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്തും മറ്റൊരു ദേശത്തും ഇത്തരത്തിലുള്ള ഒരു സാധ്യത കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവിടെ ഒന്നും മലയാളികൾ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു നഗരമാണ് ദില്ലി, ഉൾക്കൊള്ളലിന്റെ ഒരു നഗരമാണ് ദില്ലി. തിരസ്കാരങ്ങളില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും എല്ലാ തരത്തിലും വൈവിധ്യങ്ങളും തിരിച്ചറിവുകളും ഒക്കെ ഭീകരമായ രീതിയിൽ, വൈബ്രന്റ് ആയിട്ടുള്ള രീതിയിൽ അതിന് ഉൾക്കൊള്ളാനുള്ള ഒരു സാധ്യതയുള്ള ഒരു നഗരമാണ് ദില്ലി. ആ ഒരു തിരിച്ചറിവ് ദില്ലിയിലെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ എഴുത്തുകാർക്കും വായനക്കാർക്കും കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ പലപ്പോഴും അവിടെ ജീവിച്ച ശില്പിയായിട്ടുള്ള റിംസൺ, ഇവിടെ നിന്ന് റിംസൺ അവിടെ ചെല്ലുന്നു. റിംസൺ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന റിംസനെ ദില്ലി കൈപിടിച്ച് കൂടെ കൂട്ടുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സൃഷ്ടികൾ ദില്ലിയിൽ നിന്നുണ്ടാവുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ദില്ലി രൂപപ്പെടുത്തുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ചിത്രകാരൻ ക്യൂറേറ്ററും കൂടെ ആയിട്ടുള്ള ആർട്ട് ക്രിറ്റിക് ആയിട്ടുള്ള ജോണിയുടെ ഒരു കലാബോധം രൂപപ്പെടുന്നത് ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പലതും മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പത്രങ്ങൾ വായിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം സംഭവിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മുടെ രാഷ്ട്രീയം രൂപപ്പെടുന്നത്, അത് തിരിച്ചറിയുന്നത്. അവിടെ പലതും സംഭവിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. അപ്പോ അത്തരം ഡൽഹി ആ ഒരു അർത്ഥത്തിൽ ഇത്തരക്കാരെയൊക്കെ ഉൾക്കൊള്ളുന്ന, ഇത്തരക്കാരെയൊക്കെ വികസിക്കാനും, ഇത്തരക്കാരുടെ ഒരു വികാസത്തിന്റെ ഒരു പരിണാമം വായനക്കാർക്കും ആസ്വാദകർക്കും ഇടയിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള ഒരു ഭൂമികയായിട്ട് ഡൽഹിയെ പോലെ ഒരിടം മറ്റൊരു സ്ഥലമുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. ആനന്ദ് ഒരു ലേഖനത്തിൽ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഡൽഹിയുടെ ആദ്യത്തെ പേര് ദഹ്ലി എന്ന്. ദഹ്ലി എന്ന് പറയുമ്പോൾ അത് വാതിൽപ്പടിയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന, എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു വാതിൽപ്പടി. പക്ഷേ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ അത് ആരെയാണ് സ്വാഗതം ചെയ്യുന്നത്, ആരെയാണ് പുറത്താക്കുന്നത്? MN വിജയൻ മാഷ് ഒരിക്കൽ പറഞ്ഞതുപോലെ പാതി അടഞ്ഞ വാതിൽ പാതി തുറന്ന വാതിലുമാണ്, അല്ലെങ്കിൽ പാതി തുറന്നതായിട്ട് നമ്മൾക്ക് തോന്നുന്ന വാതിൽ പാതി അടഞ്ഞതുമാണ് എന്ന് പറയുന്നത് പോലെ ഡൽഹി ഇക്കാലത്ത് ആരെയെങ്കിലും സ്വാഗതം ചെയ്യുന്നുണ്ടോ, ആരെയെങ്കിലും ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് വിലക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഈ പുസ്തകം ഉയർത്തുന്നുണ്ട്. ദില്ലി നാമ എന്ന പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ദില്ലി എന്ന് പറയുന്ന ദില്ലി ഏത് ദില്ലിയാണ്, ഏത് ഡൽഹിയെയാണ് നമ്മൾ കയ്യിലെടുക്കുന്നത്? തുഗ്ലക്കിൻ്റെ ഡൽഹിയെയാണോ, മിർസ ഗാലിബിൻ്റെ ഡൽഹിയെയാണോ, ഡൽഹിയുടെ മുറിവുകളെയാണോ നമ്മൾ കയ്യിലെടുക്കുന്നത്? ഗാന്ധിജിയുടെ കൊലപാതകത്തിന് സാക്ഷിയാകേണ്ടി വന്ന ഡൽഹിയെയാണോ, അടിയന്തരാവസ്ഥയുടെ നാടുകളിലൂടെ പോയ ഡൽഹിയെയാണോ, സിഖ് വംശഹത്യയുടെ ഡൽഹിയെയാണോ, മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ആളിക്കത്തി മനുഷ്യജീവിതങ്ങൾ എരിഞ്ഞടങ്ങിയ ഡൽഹിയെയാണോ നമ്മൾ കയ്യിലെടുക്കേണ്ടത്? ഡൽഹി കലാപത്തിൻ്റെ ഓർമ്മകൾ രക്തരൂഷിതമായിട്ട് നിൽക്കുന്ന അതിൻ്റെ കറകളെയാണോ നമ്മൾ എടുക്കുന്നത്? പല ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ഈ പുസ്തകം എഡിറ്റ് ചെയ്ത ഷാനവാസിനോട് ഈ പുസ്തകത്തിൽ നിന്ന് ഈ നിമിഷം വായനക്കാർക്ക് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും താങ്കളുടെ ശബ്ദത്തിൽ ഏത് താളായിരിക്കും വായിക്കുക? ഞാൻ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ഒരു പ്രസാധക കുറിപ്പായിട്ട് എന്തുകൊണ്ട് ഡൽഹി എന്നുള്ള പേരിൽ ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നുള്ളൊരു ഭാഗം വായിക്കാം. എന്തുകൊണ്ട് ഡൽഹി? ഞങ്ങളുടെ ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോയവരെല്ലാം ഇവിടേക്കായിരുന്നു. പോയവരാരും തിരികെ വന്നില്ല, വന്നവരോ പോയവരായിരുന്നില്ല. അവിടം സ്വർഗമാണെന്ന് കാലാകാലങ്ങളിൽ കത്തുകൾ വന്നു. കൂട്ടായ്മകൾ, സാഹിത്യ ചർച്ചകൾ, മേൽത്തരം നാട്യക്കാരുടെ നടനങ്ങൾ, തിരിയാത്ത രൂപങ്ങൾ മെനയുന്ന ശില്പികൾ, വരക്കാർ, ഭാങ്ക്, ചരസ്, വിൽപ്പനക്കാർ. ഞങ്ങളുടെ ദേശത്തു നിന്നും പുറപ്പെട്ടു പോയവരെല്ലാം ഇവിടേക്കായിരുന്നു. പോയവരാരും തിരികെ വന്നില്ല. പലരും വലിയ നിലയിലായി. രാഷ്ട്രീയക്കാർ, കച്ചവടക്കാർ, കൂട്ടിക്കൊടുപ്പുകാർ, ദല്ലാളന്മാർ, പത്രക്കാർ, മദ്യമൊഴിച്ചു കൊടുക്കുന്നവർ, പിമ്പുകൾ, ആയുധ വജ്ര വ്യാപാരികൾ, അളവനുസരിച്ച് കുപ്പായം തയ്ച്ചു കൊടുക്കുന്ന മേൽത്തരം തയ്യൽക്കാർ. ഇപ്പോൾ ഞങ്ങളുടെ ദേശത്തു നിന്നും പോയവർക്കും മുമ്പ് പണ്ട് അവിടെ പല ദേശങ്ങളിൽ നിന്ന് സൂത്രശാലികളായ സ്വപ്ന വ്യാപാരികൾ വന്നു പോയിരുന്നു. പിടച്ചിടക്കലുകൾ, ആക്രോശങ്ങൾ, തലകുനിച്ചു കീഴെ ചേർന്ന് കിടന്നിട്ടും ചവിട്ടിച്ചതച്ച് പരേഡുകൾ, പീരങ്കികൾ തകർത്ത കോട്ടകൾ, അരജർ, സൈന്യങ്ങൾ, പണ്ഡിതർ, രാജസദസ്സുകൾ, അന്തഃപുരങ്ങൾ, ഷണ്ടന്മാർ, കാവൽ നിൽക്കുന്ന അരക്കെട്ടുകൾ, ആഗ്രഹത്തിലും വൈരത്തിലും കാമനകളിലും ക്രോധത്തിലും ചേർത്ത് കെട്ടിയ അധികാര വർഷങ്ങൾ, അറബികളുടെയും അഫ്ഗാനികളുടെയും പറങ്കികളുടെയും ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും ബീജക്കറ പിടിച്ച തെരുവുകൾ, പ്രാർത്ഥനാലയങ്ങൾ, താങ്ങാനാവാത്ത ചുങ്കപ്പിരിവുകൾ. ഞങ്ങളുടെ ദേശത്തു നിന്ന് പുറപ്പെട്ടു പോയവരെല്ലാം ഇവിടേക്കായിരുന്നു. അവിടെ നിന്നും കേട്ട കേൾവികളൊന്നും പരിചിതമായിരുന്നില്ല. അരും കൊലകൾ, മാനഭംഗങ്ങൾ, വംശഹത്യകൾ, പെട്രോൾ ബൾബുകൾ, വിൽക്കുന്ന കുഞ്ഞുങ്ങൾ, അടിയന്തരാവസ്ഥ കാലത്തെ വൃത്തിയുള്ള തെരുവുകൾ, മെച്ചപ്പെട്ട ഹാജർ നിലകൾ, ട്രെയിൻ കത്തിക്കലുകൾ, സ്ഫോടനങ്ങൾ, കഴുതപ്പുലികളെ പോലെ ചിരിക്കുന്ന നയതന്ത്രജ്ഞർ, കോർപ്പറേറ്റുകൾ, ഓഹരികൾ, മാർബിൾ വിരിച്ച ശ്മശാനങ്ങൾ, നായ്ക്കളോടൊപ്പം മനുഷ്യരും പാർക്കുന്ന വില്ലകൾ,
കൊണാട്ട് പ്ലേസിലെ നനഞ്ഞ രാവുകൾ, മെഴുതിരി പ്രതിഷേധങ്ങൾ. ഞങ്ങളുടെ ദേശദൈവങ്ങളെ പോലെയായിരുന്നില്ല അവിടത്തെ ദൈവങ്ങൾ. രോഷത്തിനും മാറ്റങ്ങൾക്കും മൂർച്ചൽ കൂടുതലായിരുന്നു. ചെറിയ കോപങ്ങൾക്കും തെരുവിൽ ശവങ്ങൾ കുമിഞ്ഞു കൂടുമായിരുന്നു. ഞങ്ങളുടെ ദേശത്തു നിന്നും പുറപ്പെട്ടു പോയവരെല്ലാം ഇവിടേക്കായിരുന്നു. ഇനി ഇവിടെ നിന്നും ശുഭവാർത്തകളൊന്നും വരാനില്ല. കലാപത്തിൽ മരണപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ പുറത്തൊട്ടിച്ച ട്രെയിൻ ബോഗികൾ കാത്ത് ശവശരീരങ്ങൾക്കായി ഉപേക്ഷിക്കപ്പെട്ട തീവണ്ടി ആഫീസുകളിൽ ഈ മഞ്ഞുകാലത്ത് നമുക്ക് കാത്തു നിൽക്കാം. എന്ത്, വന്ന ശരീരങ്ങൾക്ക് പേരുകളില്ലെന്നോ, വെറും അക്കങ്ങൾ മാത്രമാണെന്നോ. ദില്ലിനാമ എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രസാധക കുറിപ്പ് എന്നുള്ള നിലയ്ക്ക് എഴുതിയിട്ടുള്ളത് വാസ്തവത്തിൽ ഒരു കവിത തന്നെയാണ്. ഡൽഹിയെക്കുറിച്ചുള്ള ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ളൊരു കവിതയായിട്ട് ഒരു പക്ഷേ ഈ പുസ്തകത്തിലേക്കുള്ള ചൂട് പിടിപ്പിക്കുന്ന ഒരു പ്രവേശികയുമായിട്ട് ഇത് മാറുന്നു. സാധാരണ പ്രസാധക കുറിപ്പുകളെല്ലാം 4-5 വരികളിലെ ഒരു ഖണ്ഡികയിലെ ഗദ്യരൂപത്തിൽ വസ്തുതകൾ മാത്രം നിരത്തിക്കൊണ്ട് നന്ദി പറച്ചിൽ അതടക്കമുള്ള സാമ്പ്രദായിക കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു അനുഷ്ഠാന പ്രക്രിയ ആകുമ്പോൾ അതിൽ നിന്ന് നേരെ വിപരീതമായിട്ട് പ്രസാധക കുറിപ്പ് തന്നെ ഈ പുസ്തകത്തിലേക്കുള്ള ഒരു സ്പന്ദിക്കുന്ന അക്ഷര സ്വാഗതമായിട്ട് മാറുന്നു. ആ അക്ഷര സ്വാഗതം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇടം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വാഗതമല്ല, മറിച്ച് ഇപ്പോൾ ഷാനവാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ കോപങ്ങൾക്കും തെരുവിൽ ശവങ്ങൾ കുമിഞ്ഞുകൂടുമായിരുന്നു എന്നുള്ളത് ഒരു ഭൂതകാല പ്രക്രിയ മാത്രമല്ല, അത് വർത്തമാനകാലത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ഡൽഹിയിലെ മുസാഫറാബാദ് കലാപം അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മളത് കാണുകയും ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ കോപത്തിന് വലിയ ശവക്കൂനകളെ ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കൂട്ട ആക്രമണത്തിൻ്റെയോ കലാപത്തിൻ്റെയോ ഒക്കെ സാധ്യത ഡൽഹിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തുടനീളം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രസാധകക്കുറിപ്പിന് വലിയ പ്രസക്തിയുമുണ്ട്. ഡൽഹിയുടെ മുറിവിൻ്റെ നാൾവഴികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗണ്ഡം ഈ പുസ്തകത്തിൽ വരുന്നുണ്ടല്ലോ. അതിൽ ഒരു കാരണവശാലും ആരും പുസ്തകങ്ങൾ ഉൾപ്പെടുത്തരുത്, പാഠപുസ്തകങ്ങളിൽ വരരുത്, ഒരു വേദിയിലും ആരും പറയരുത് എന്ന് ചിലർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാന്ധിജിയുടെ കൊലപാതകം ഗൂഢാലോചനയും നടപ്പിലാക്കലും ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും എഴുതിയത്, വിനോദ് കൃഷ്ണയുടെ ശവഘോഷയാത്ര പോലെ ഇത്തരം കാര്യങ്ങളെ ഒരു പ്രത്യേകമായിട്ടുള്ള ഖണ്ഡമായിട്ട് ആവിഷ്കരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് ഷാനവാസ് ഇത് ചെയ്യുമ്പോൾ ഷാനവാസിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഷാനവാസിനെ അറിയാത്ത വായനക്കാർക്കും പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഒരു വിഭാവന? കാരണം നേരത്തെ ബനേഷ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇപ്പോഴത്തെ ഡൽഹി എന്താണെന്നുള്ളത്. പല പല ഡൽഹികളും നാം കണ്ടു, പല പല ഡൽഹികളെ കുറിച്ച് നാം കേട്ടു, പല പല ഡൽഹികളെ കുറിച്ച് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഡൽഹി എന്താണെന്നുള്ളത്, ഇപ്പോഴത്തെ ഡൽഹി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഡൽഹി മറവികളുടെ ഡൽഹിയാണെന്നുള്ളതാണ്. മറവി രോഗം ബാധിച്ച ഒരു ദേശമാണ് ഇപ്പോഴത്തെ ഡൽഹി. നമ്മൾ ഭൂതകാലം മറന്നുപോയി, ചരിത്രം മറന്നുപോയി, രാഷ്ട്രീയം മറന്നുപോയി. അപ്പോ ആ മറവി രോഗം ബാധിച്ച ഒരു ദേശത്തെ അതിന്റെ രൂപപരിണാമങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു വെടിയേറ്റ ഭടനുണ്ടെന്നുള്ളതാണ്. കാരണം അയാൾക്ക് വെടികൊള്ളുന്നതും അയാൾ മരിക്കുന്നതും അയാളുടെ അസ്തിത്വം ആ ദേശമാണ്. പക്ഷേ ആ ദേശം തന്നെ അതിന്റെ അസ്തിത്വം മറന്നുപോയാൽ എന്താണ് അതിന്റെ അകത്ത് ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ? ചരിത്രത്തെ കുറിച്ച് ഓർക്കുന്നവർക്ക് ഡൽഹി എന്നൊരു ഭയങ്കര വേദനയാണ്. ഗാന്ധിജിയുടെ മരണവും അതിനുശേഷം ഇങ്ങോട്ടുണ്ടായിരിക്കുന്ന അധിനിവേശത്തിന്റെ ഒരു തരം മതാധിനിവേശത്തിന്റെ വികൃതമായ ചരിത്രവും റിംസന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അങ്ങ് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ രഥഘോഷയാത്ര കടന്നു പോകുന്നത് അന്നത്തെ അത്ര കണ്ടൊന്നും വലിയ പ്രസക്തി എന്നതിനില്ല. പക്ഷേ ആ രഥയാത്ര എവിടെ ചെന്ന് എത്തി എന്നുള്ളതാണ്. അപ്പോ ചരിത്രം ഇങ്ങനെ നുഴഞ്ഞു കയറുന്ന ഒരു ഭീകരമായിട്ടുള്ളൊരു നിഴലായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെയും നമ്മുടെ അവകാശത്തിന്റെയും നമ്മുടെ ബോധ്യങ്ങളുടെയൊക്കെ മേലില് എങ്ങനെ ഓരോ സംഗതികൾ നിഴലായിട്ട് കടന്നു വരുന്നു എന്ന് ഓർമ്മിപ്പിക്കപ്പെടുത്തേണ്ട ഒരു ബാധ്യത, ഒരു രാഷ്ട്രീയപരമായിട്ട് തന്നെയുള്ള ഒരു ബാധ്യത ഇത്തരം പുസ്തകങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾക്ക് ജീവനില്ല.
അല്ലെങ്കിൽ ഇത്തരം അതെ, അതാണ് ഈ പുസ്തകത്തിന്റെ ജീവൻ. ഒരു പക്ഷേ ഈ പുസ്തകത്തിന്റെ പിൻകുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ പുരാതന ഡൽഹിയെ പോലെ വൈദേശിക വാൾമുനയിൽ അത്രയും തവണ ചോര പൊടിഞ്ഞ മറ്റൊരു ഇന്ത്യൻ നഗരമുണ്ടോ? ആ ചോര പൊടിച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അന്നൊരു ചോര പൊടിയൽ ആണ് എങ്കിൽ ഇന്ന് അത് ചോര ചിന്തൽ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഡൽഹിയിലേക്ക് നമ്മളൊരു യാത്ര പോകുന്നുണ്ടെങ്കിൽ ട്രെയിനിൽ ഈ പുസ്തകം കരുതുക. ഡൽഹിയിലേക്ക് പോയില്ലെങ്കിലും അത് നിങ്ങളുടെ വീട്ടിൽ കരുതുക. വീട്ടിൽ ഈ പുസ്തകം നിങ്ങൾ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസം വായിക്കണമെന്നേ ഇല്ല. അത് വെക്കുക, അതിനെ നോക്കുക, ഡൽഹിയെ കാണും പോലെ നോക്കുക. ജീവനുള്ള ഒന്ന് എന്നെ എടുക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളെ ക്ഷണിക്കുന്നത് പോലെ തോന്നും. ഒരു താൾ വായിക്കുക, വീണ്ടും നിങ്ങളുടെ ജീവിത വൃത്തികളിലേക്ക് പോവുക. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു താളിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾക്ക് മുഴുവൻ താളുകളിലൂടെയും പോകാതെ കഴിയില്ല. അതുകൊണ്ട് ഡൽഹിയിലേക്ക് പോയില്ലെങ്കിലും ഈ പുസ്തകം കരുതുക. ഡൽഹിയുടെ ജീവിതവും കലയും സംസ്കാരവും കാലങ്ങളും ജീവിതവും രാഷ്ട്രീയവും മലയാള വായനയിൽ ഒരൊറ്റ പുസ്തകത്തിൽ, അതും അതിമനോഹരമായിട്ടുള്ള ലേഔട്ടോടെയും വിഷ്വലൈസേഷനോടെയും ചിത്രവിന്യാസത്തോടെയും തയ്യാറാക്കിയിട്ടുള്ള ഈ പുസ്തകം ദില്ലി നാമ എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രസാധനം നിർവഹിച്ചിരിക്കുന്നത് ഹാംലെറ്റ് പബ്ലിക്കയാണ്. അത്യപൂർവ ഫോട്ടോഗ്രാഫുകളും രേഖാചിത്രങ്ങളും എല്ലാമുള്ള 450 പേജുള്ള ഈ പുസ്തകത്തിൻ്റെ വില 650 രൂപയാണ്. ഹാംലെറ്റ് പബ്ലിക്കയിൽ നിന്ന് ഈ പുസ്തകം വാങ്ങാൻ കഴിയും. ഈ പുസ്തകത്തിൻ്റെ പേര് ഗൂഗിൾ സെർച്ച് ചെയ്താൽ എങ്ങനെ പുസ്തകം വാങ്ങാമെന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ളവ ലഭിക്കുകയും ചെയ്യും. ദില്ലി നാമയെക്കുറിച്ച് ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പം സംസാരിച്ച അതിൻ്റെ സംഘാടകനും അതിൻ്റെ എഡിറ്ററുമായ ഷാനവാസിന് നന്ദി പറയട്ടെ.